ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാനിപ്പോൾ ആ കുറിപ്പ് വായിക്കാൻ ഒരു കാരണമുണ്ട്. 2 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. അതിനൊരു ആമുഖം എന്ന നിലക്കാണ് ഞാൻ ഈ കുറിപ്പ് വായിക്കുന്നത്. സംഭവം ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനെ ബന്ധപ്പെടുത്തിയാണ്. വളരെ വിചിത്രമായൊരു അനുഭവം എന്ന നിലയ്ക്ക് ഞാൻ ആ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്ന ഒരു സംഭവം നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. എൻ്റെ അഡ്രസ്സൊക്കെ തേടിപ്പിടിച്ച് എന്നെ വീട്ടിൽ വന്ന് കാണുകയും തൻ്റെ അനുഭവങ്ങൾ എന്നോട് പങ്കുവെക്കുകയും ചെയ്ത ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു വലിയ മതഭക്തനും മതഭ്രാന്തനുമായിരുന്നു. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, അസാധാരണമായ വിശ്വാസവും ഭക്തിയും കാരണം സ്വന്തം ജീവിതം തന്നെ തൊലച്ചു കളഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തോട് കൂറുപുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം ഉപേക്ഷിച്ചു, ജോലി ഉപേക്ഷിച്ചു, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി ഭാര്യയുടെ പഠനം മുടക്കി ഇങ്ങനെയൊക്കെ ചെയ്ത ആ ഒരു വ്യക്തിക്ക് അവസാനം താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നും ഈ മതം തന്നെ പറ്റിക്കുകയായിരുന്നു എന്നും ഈ മതം പഠിപ്പിച്ച ആളുകളെല്ലാം നുണ പറയുകയായിരുന്നു എന്നും ഒക്കെ ബോധ്യപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടാവുകയും ആ ബോധ്യം വന്നതോടുകൂടി ഇയാളുടെ ഈമാനും വിശ്വാസവും ഭക്തിയുമൊക്കെ നഷ്ടപ്പെടുകയും തൻ്റെ ജീവിതം തൊലച്ച് കളഞ്ഞ ഈ മതത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പും അമർഷവും ഉള്ളിൽ പേറിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത്. എന്നെ കാണാൻ വന്നപ്പോഴും അതേ മാനസികാവസ്ഥയിലായിരുന്നു. ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പുണ്ടായ രസകരമായ ഒരു സംഭവം പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കുന്നത്. കുറിപ്പ് ഇങ്ങനെയാണ്: എത്തിക്സ് ഇല്ലാത്ത ചില കച്ചവടക്കാർ പ്രദർശനത്തിന് വയ്ക്കുന്ന സാമ്പിളും അവർ യഥാർത്ഥത്തിൽ വിൽക്കുന്ന സാധനവും ഗുണനിലവാരത്തിൽ വളരെ വ്യത്യാസം കാണാറുണ്ട്. അതുപോലെയാണ് ദൈവവിശ്വാസം പ്രദർശിപ്പിച്ച് മതം വിൽക്കാൻ നടക്കുന്ന മതക്കച്ചവടക്കാരുടെയും പരിപാടി. 2 തരം ദൈവങ്ങളെയും കൊണ്ടാണ് ഈ കൂട്ടരുടെ നടപ്പ്. ഇതൊരു ക്ലാസ് ദൈവമാണ്. യുക്തിവാദികളോടും നാസ്തികരോടുമൊക്കെ തർക്കിക്കാൻ വരുമ്പോൾ അലാവുദ്ദീൻ്റെ സഞ്ചിയിൽ നിന്നും പുറത്തെടുക്കുന്ന മഴവിൽ തിളക്കമുള്ള 1-ാം തരം സാമ്പിൾ ദൈവം. ആ ദൈവത്തിൻ്റെ വിശദാംശങ്ങളൊന്നും ആർക്കും അറിയില്ല. പ്രപഞ്ചത്തിൻ്റെ അനന്ത വർണ്ണനകളൊക്കെ വാരി വിളമ്പി ആളുകളെ അമ്പരപ്പിച്ച ശേഷം പതുക്കെ പുറത്തെടുക്കുന്ന ഒരു മിസ്റ്റീരിയസ് മാജിക് ദൈവമായിരിക്കും അത്. പ്രകൃതിയിലെ കോംപ്ലക്സിറ്റിയിൽ നിന്ന് തുടങ്ങി പക്ഷികളുടെ ദേശാന്തര ഗമനം മുതൽ ഓസോൺ പാളിയുടെ സംരക്ഷണം വരെ നീളുന്ന വാചാടോപങ്ങൾ ചറപറ പറന്നു വരും. എന്നിട്ടൊരു ചോദ്യമാണ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശക്തിയില്ല എന്നെങ്ങനെ പറയും? കടുത്ത നാസ്തികർ പോലും ഒന്ന് പരുങ്ങും. തിരിച്ച് ആ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാലോ നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ചുള്ള ഒരു നീണ്ട പ്രബന്ധമാകും ഉത്തരം. ദൈവം ആരെന്നോ എന്തെന്നോ എങ്ങനെയെന്നോ എവിടെയെന്നോ യാതൊന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ല. അതായത് നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റാത്ത, നമ്മുടെ അറിവിൻ്റെയും ചിന്തയുടെയും എല്ലാം പരിധിക്ക് പുറത്തുള്ള എന്തോ ഒന്നാണത്. സ്ഥലകാല നൈരന്തര്യങ്ങളിൽ നിന്നെല്ലാം അതീതനാകയാൽ ഒന്നും ചോദിക്കാനേ പാടില്ല എന്നൊക്കെയാകും വെച്ച് കാച്ചുക. ബിഗ് ബാങ് നടന്നപ്പോൾ പിന്നിലുണ്ടായിരുന്നു. പിന്നെ സകലമാന പ്രപഞ്ച നിയമങ്ങളും ഉണ്ടാക്കി എല്ലാ കാര്യങ്ങൾക്കും കാരണമൊരുക്കി ടിയാൻ പിന്നണിയിലേക്ക് മാറി. അതോടെ കഥ നിർത്തും. ബിഗ് ബാങ് നടക്കുമ്പോൾ അവിടെ ഇവരും ഉണ്ടായിരുന്നു ഹെൽപ്പർമാരായി എന്ന് തോന്നിപ്പോകും ദൃക്സാക്ഷി വിവരണം കേട്ടാൽ. അങ്ങനെ ദൈവത്തിൻ്റെ അസ്തിത്വം ഉറപ്പിക്കുന്നതോടെ തൽക്കാലം കച്ചവടം നിർത്തും. 2 ബി ക്ലാസ്. ഇതാണ് യഥാർത്ഥ ചരക്ക്. തനി ബി ക്ലാസ് ദൈവം. നമുക്കൊക്കെ നല്ല പരിചയമുള്ള ദൈവം. അതായത് നിങ്ങൾ കക്കൂസിൽ വാതിലടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഒളിഞ്ഞു നോക്കുന്ന ദൈവം. നിങ്ങൾ മൂത്രമൊഴിക്കുമ്പോൾ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ എന്ന് ഇടം കണ്ണിട്ട് ഒളിഞ്ഞു നോക്കി മാർക്കിടുന്ന ദൈവം. നിങ്ങൾ പോത്തിനെ അറുക്കുമ്പോൾ ഏതു ദൈവത്തിൻ്റെ പേരാണ് പറയുന്നത് എന്നറിയാൻ കാതുകൂർപ്പിച്ചിരിക്കുന്ന ദൈവം. അമ്പലത്തിലേക്ക് നടന്നു വരുന്ന പെണ്ണിന് ആർത്തവലക്ഷണമുണ്ടോ എന്ന് ചെരിഞ്ഞു നോക്കുന്ന ദൈവം. മദ്രസയിൽ പോകുന്ന ബാലികയുടെ തലമുടി പുറത്ത് കാണുന്നുണ്ടോ എന്ന് നോക്കി നടപടിയെടുക്കുന്ന ദൈവം. ആരെങ്കിലും ജീവനുള്ള വല്ലതിൻ്റെയും ചിത്രം വരക്കുന്നുണ്ടോ എന്ന് നോക്കി അവരെ കബറിലിട്ട് ഉരുട്ടാൻ കാത്തിരിക്കുന്ന ദൈവം. പാട്ട് പാടുന്നവരെയും ഡാൻസ് ചെയ്യുന്നവരെയും തീയിൽ പൊരിക്കാൻ വിറകൊരുക്കുന്ന ദൈവം. അന്യദൈവങ്ങളെയും അവരെ ആരാധിക്കുന്നവരെയും തെരഞ്ഞുപിടിച്ച് ഒരുമിച്ച് അടുപ്പിലിട്ട് കത്തിക്കാൻ കാത്തിരിക്കുന്ന ദൈവം. ആരാധന ഹോൾസെയിലായി തനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ എന്നോർത്ത് ഇരിക്കപ്പൊറുതി കിട്ടാതെ കൊലവിളിക്കുന്ന ദൈവം.
വേറെ ദൈവങ്ങളെ ആരാധിക്കുന്നവരെ തന്തക്ക് വിളിച്ച് കലിപ്പ് തീർക്കുന്ന ദൈവം, തൻ്റെ ഗോത്രക്കാരും അന്യഗോത്രക്കാരും വാളും കുന്തവുമായി ഏറ്റുമുട്ടുമ്പോൾ വെട്ടുകൊള്ളിക്കാനും കുത്തുകൊള്ളിക്കാനും വെളിപാടുകളുമായി പക്ഷം ചേരുന്ന ദൈവം, തൻ്റെ ദൂതുമായി മനുഷ്യരെയും കാണാ കുതിരകളെയും ഇടനിലക്കാരാക്കുന്ന ദൈവം, അവരുടെ വീട്ടിൽ കാര്യസ്ഥനായി പണിയെടുക്കുകയും അവർക്ക് പെണ്ണ് കൂട്ടിക്കൊടുത്തും കൈക്കൂലി വാങ്ങിക്കൊടുത്തുമൊക്കെ വിടുപണി ചെയ്യുകയും ചെയ്യുന്ന ദൈവം, കാരുണ്യം കൊണ്ട് പുര നിറഞ്ഞ കാരണം സൃഷ്ടി നടത്തിയ പരമകാരുണ്യകാൻ, അതോടൊപ്പം മനുഷ്യരെ കൊണ്ട് നരകം നിറയ്ക്കാൻ നേരത്തെ തീരുമാനിക്കുകയും അതിനായി മനുഷ്യരെ പിഴപ്പിച്ച് കാരണമുണ്ടാക്കി കബളിപ്പിക്കാൻ ചെയ്ത്താനെ പടച്ച് കയറുരുവിടുകയും ചെയ്ത കൊടുങ്ക്രൂരനും ദുഷ്ടനും, എല്ലാം അറിയുന്ന ത്രികാലജ്ഞാനിയായിട്ടും പരീക്ഷണ ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന അതീവ ജിജ്ഞാസു, അതിസൂക്ഷ്മമായും അന്യൂനമായും സകലതും ഡിസൈൻ ചെയ്തിട്ടും സ്വന്തം സൃഷ്ടികൾ മുഴുവൻ വഴിതെറ്റിപ്പോകുന്നത് തടയാൻ ഒന്നും ചെയ്യാനാവാതെ ക്ഷിപ്രകോപം കൊണ്ട് വിറകൊള്ളുന്ന മൂച്ചിപ്പിരാന്തൻ. അങ്ങനെ ക്ഷിപ്രകോപിയും അസൂയാലുവും അല്പനും അഹങ്കാരിയുമായ ഒരു ഗോത്രമനുഷ്യൻ്റെ സകല ചാപല്യങ്ങളും പ്രകടമാക്കി നമ്മിൽ ജുഗുപ്സയും പരിഹാസവും ഉളവാക്കുന്ന ഒരു പഴഞ്ചരക്കാണ് മതമാർക്കറ്റിലെ ഈ ബി ക്ലാസ് ദൈവം. ഈ വികല ദൈവത്തെ മാർക്കറ്റിൽ തുറന്നു വയ്ക്കാൻ നാണം തോന്നുന്നതിനാൽ എ ക്ലാസ് ഡ്യൂപ്ലി സാമ്പിൾ കാട്ടി ഉപഭോക്താക്കളെ പറ്റിക്കുകയാണ് വിശ്വാസ കച്ചവടക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. അതിനാൽ നാസ്തികരും സംശയാലുക്കളുമായ സുഹൃത്തുക്കൾ ഇത്തരക്കാരെ കണ്ടുമുട്ടുമ്പോൾ ചെയ്യേണ്ടത് അവരുടെ സാമ്പിൾ കണ്ട് ചരക്കെടുക്കാൻ നിൽക്കാതെ ഒറിജിനൽ ചരക്ക് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കാട്ടണം. അതോടെ കച്ചവടം കൂട്ടി ഇവർ സ്ഥലം വിട്ടോളും. ഇത്രയും ഇപ്പോൾ എഴുതാൻ കാരണം ഈയിടെയായി ലണ്ടനിലും മറ്റും നടന്ന ചില അക്കാഡമിക് ഡിബേറ്റുകൾ യൂട്യൂബിൽ കണ്ടതാണ്. അറിയപ്പെടുന്ന നാസ്തികരും ചില ഇസ്ലാമിക് സ്കോളർമാരും തമ്മിൽ ദൈവമുണ്ടോ എന്ന വിഷയത്തിലുള്ള സംവാദം കണ്ടു. നാസ്തികർ ബൈബിളിൽ നിന്ന് ചിലത് ചൂണ്ടി ഇവരുടെ വാദങ്ങളെ ഖണ്ഡിക്കാൻ നോക്കുന്നു. അത് ബൈബിളിലെ വിഡ്ഢിത്തം എന്ന മട്ടിൽ തള്ളിക്കളയുകയും മതദൈവത്തെ സ്പർശിക്കാതെ എ ക്ലാസ് ദൈവത്തെ മാത്രം പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്യുന്നു. ഖുർആൻ എടുത്തടിക്കാൻ നാസ്തികർക്ക് പറ്റുന്നുമില്ല. പടിഞ്ഞാറൻ നാസ്തികരുടെ ഒരു പരിമിതിയാണ് ഇത്. ക്രിസ്തുമതം തകർന്നടിഞ്ഞ യൂറോപ്പിൽ ഈ അടവ് നന്നായി ഇസ്ലാമിസ്റ്റുകൾ പയറ്റുന്നുണ്ട്. ഇസ്ലാമിനെക്കുറിച്ചും ഖുർആനെ പറ്റിയും ഒന്നും ഗ്രാഹ്യമില്ലാത്ത പല ശുദ്ധഗതിക്കാരും ഈ കെണിയിൽ വീഴുന്നുമുണ്ട്. ഇവിടെ കേരളത്തിലും ഈ കലാപരിപാടി ഇവർ കുറേ കാലമായി നടത്തി വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിന് ഇക്കൂട്ടർ സംവാദത്തിൽ മേൽക്കൈ നേടുന്നു എന്നല്ല അർത്ഥം. പക്ഷേ ഇവരുടെ തട്ടിപ്പുകൾ ശരിയായി തുറന്നു കാട്ടപ്പെടുന്നില്ല എന്ന് മാത്രം. ഈ പെയിൻ്റ് അടിച്ച എ ക്ലാസ് ദൈവത്തെ മാത്രം വെച്ച് സംവാദം നടത്തുന്നത് വഴി ഇവർക്ക് ഇവരുടെ യഥാർത്ഥ മുഖം പുകമറയിലാക്കി രക്ഷപ്പെടാൻ അവസരം കിട്ടുന്നു. ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് സമയം കൊല്ലാൻ മാത്രമേ ഉപകരിക്കൂ. മറ്റൊരു കാര്യം, ഇമ്മാതിരിയൊരു അഴകുഴമ്പൻ ദൈവം ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധമുള്ളത് കൊണ്ടൊന്നുമല്ല നമ്മൾ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നത് എന്നതാണ്. ബിഗ് ബാങ്ങിന് പിന്നിലോ പ്രകൃതി നിയമങ്ങൾക്കുള്ളിലോ ഒരു ശക്തിയോ അനന്തം ശക്തികളോ ഒക്കെ ഉണ്ടെന്ന് വന്നാലും ഇല്ല എന്ന് തെളിഞ്ഞാലും അതൊന്നും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തെയോ സമാധാന ജീവിതത്തെയോ ഗുരുതരമായി ബാധിക്കുന്ന കാര്യമല്ല. അത്തരം സങ്കല്പങ്ങളോ വിശ്വാസങ്ങളോ വിശ്വാസിയുടെ മാനസിക സമാധാനത്തിന് മാത്രം ഉപകരിക്കുകയും മറ്റുള്ളവരെ ഒരു തരത്തിലും ഹിംസിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നിടത്തോളം പല്ലും നഖവും ഉപയോഗിച്ച് നാസ്തികർ അതിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തേണ്ട കാര്യവുമില്ല. മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിക്കും സമാധാന ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കുമൊന്നും ഇങ്ങനെ ഒരു എ ക്ലാസ് ദൈവം തടസ്സമാകുന്നില്ല എങ്കിൽ അതൊരു ദാർശനിക ബുദ്ധി വ്യായാമം മാത്രമായി വിശ്വാസികളുടെ ഭാവനാലോകത്ത് ഉറങ്ങിക്കിടക്കുകയേ ഉള്ളൂ. അങ്ങനെ ഒരു ദൈവസങ്കല്പത്തെ മാത്രം നോക്കിയല്ല യുക്തിവാദികൾ മതവിമർശനം നടത്തുന്നത്. അത് വിശ്വാസ കച്ചവടക്കാർക്കും നന്നായി അറിയാം. പക്ഷേ മതത്തിൻ്റെ മാനുഷിക വിരുദ്ധവും അധാർമികവുമായ നിരവധി കാര്യങ്ങൾ വിമർശന വിധേയമാകുമ്പോൾ പ്രതിരോധമില്ലാതെ വലയുന്ന മതവാദി കണ്ടെത്തുന്ന ഒരു തരികിട ഉപായം മാത്രമാണ് ഇത്തരം അപ്രസക്ത ദൈവവാദം. അതേസമയം ഇവിടെ നമ്മുടെ മതസംരക്ഷകർക്ക് ഈ ഒന്നാന്തരം ദൈവത്തെ കൊണ്ടുപോലും നിന്ന് പിഴക്കാനാവുന്നുമില്ല. അതിനാൽ അവർ പുലഭ്യം പറച്ചിലൂടെ മാത്രം പ്രതിരോധിക്കുന്നു. ഇത് ഒരു 5-8 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ഞാൻ എഴുതിയതാണ്. ഫേസ്ബുക്കിലൊക്കെ ഈ മതവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ അവരുടെ തട്ടിപ്പ് പുറത്തെടുക്കുന്നതിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഇതാണ്. മതത്തെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ, സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊക്കെ പതുക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൈവമുണ്ടോ ഇല്ലേ നിങ്ങളത് പറയും, ആദ്യം അവിടുന്നേ തുടങ്ങാൻ പറ്റുള്ളൂ, അതാണ് ഇതിൻ്റെയൊക്കെ ബേസ്, അറിവ് മുഴുവൻ അവിടുന്നാണ് തുടങ്ങുന്നത്, മതത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി അവിടുന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നമ്മളെ കബളിപ്പിക്കാൻ നോക്കുക. ഈ തന്ത്രം പണ്ട് മുതലേ ഇവർ പയറ്റി വരുന്നൊരു തന്ത്രമാണ്. ഞാനൊക്കെ 10-50 കൊല്ലമായിട്ട് ഇത് നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. കാരണം എന്തെങ്കിലും നമ്മൾ വിമർശനവുമായി ബന്ധപ്പെട്ട് തർക്കിക്കാൻ ആരെങ്കിലും നമ്മളടുത്ത് വരികയാണെങ്കിൽ
നമ്മൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആദ്യം തന്നെ ഈ ചോദ്യം അങ്ങോട്ട് എടുത്തിടും. എന്നിട്ട് ദൈവം ഉണ്ടോ ഇല്ലേ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ടോ ഇല്ലേ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യത്തിന്മേൽ ഇങ്ങനെ വട്ടം കറങ്ങാം. അപ്പോൾ നമ്മൾ അതിൽ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് പറഞ്ഞ് കുറേ സമയം കളയാം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണോ വിമർശിക്കുന്നത്, നമ്മൾ എന്താണോ സംശയം ഉന്നയിക്കുന്നത്, അതിൽ നിന്ന് നമ്മുടെയും അത് കേട്ട് നിൽക്കുന്നവരുടെയും ശ്രദ്ധ മാറ്റുക എന്ന പല്ലിസൂത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റ് വായിച്ചുകൊണ്ട് ഈ വിഷയം പറയാൻ കാരണം ഇതുപോലെയുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കാണാൻ വന്ന ആ സുഹൃത്തിൻ്റെ കാര്യം. ഞാൻ അയാളുടെ മേൽവിലാസമൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോഴും ഞാനത് പുറത്തു വിടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതിന് കാരണം അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷേ അന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു ഉപദേശം എന്ന നിലക്ക്, നിർദ്ദേശം എന്ന നിലക്ക് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാവുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റൊരു നല്ല തൊഴിലൊക്കെ കണ്ടെത്തി നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ശേഷം, നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഈ അവിശ്വാസം പുറത്ത് പറഞ്ഞുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ചു കാലമൊക്കെ അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന് പക്ഷേ ഈ വിശ്വാസിയായിരുന്ന കാലത്ത് വിശ്വാസത്തോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നതുപോലെ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അത് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അധിക കാലം ഇത് രഹസ്യമാക്കി കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നാട്ടിലുള്ള തൻ്റെ പഴയകാലത്തെ സഹപ്രവർത്തകർ, അതായത് നിച്ച് ഓഫ് ട്രൂത്തിന് വേണ്ടിയിട്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയും കൂടെ പ്രവർത്തിച്ച് നടന്നിരുന്ന സുഹൃത്തുക്കളായ ആളുകളോടൊക്കെ അദ്ദേഹം തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ പറഞ്ഞു തുടങ്ങി. അതോടുകൂടി നാട്ടിൽ ഒരുവിധ ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിന് മാനസാന്തരം സംഭവിച്ചിട്ടുണ്ട് എന്നും അതിഭക്തനും ഭക്തിഭ്രാന്തനുമായിരുന്ന ഇദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് വിധേയരായി എന്നതും വളരെ അത്ഭുതത്തോടു കൂടി നാട്ടുകാരൊക്കെ നോക്കിക്കാണാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവിടെയും നിന്നില്ല, വാട്സപ്പിലൊക്കെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലൊക്കെ കയറി, എക്സ് മുസ്ലിംസിൻ്റെ ഗ്രൂപ്പിലൊക്കെ കയറി അവിടെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഇദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് വിശ്വാസികളുമായിട്ടൊക്കെ തർക്കത്തിലേർപ്പെടാൻ തുടങ്ങി. അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഏറെക്കുറെ പുറത്തു വരികയും ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളായിരുന്ന മത നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പലതരത്തിലും ഇദ്ദേഹത്തെ തിരിച്ച് മതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങളും സംസാരങ്ങളും ഒക്കെ പല ഭാഗത്തുകൂടായിട്ട് നടന്നു. അതിലെല്ലാം അവർ പരാജയപ്പെടുകയും ഇദ്ദേഹം ചോദിച്ച സംശയങ്ങൾക്കൊന്നും ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മറുപടി നൽകാൻ കഴിയാതെ പോവുകയും ചെയ്തു. അവസാനം പുറത്തു നിന്ന് ഇൻ്റർനാഷണൽ ദൈവക്കാരായിട്ടുള്ള പണ്ഡിതന്മാരെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇദ്ദേഹവുമായി സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കി. ആയിക്കോട്ടെ, വലിയ പണ്ഡിതന്മാരൊക്കെയാണ് വരുന്നതെങ്കിൽ സന്തോഷമേ ഉള്ളൂ, അവരുമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അതിന് സമ്മതം മൂളുകയും 2 ദിവസം മുമ്പ് അത്തരത്തിൽ 2 പേര് രംഗത്ത് വന്നുകൊണ്ട് ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഏതോ ഒരു പഴയ സിനിമയിൽ മോഹൻലാൽ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു കൊതുക് നാണപ്പൻ വരുന്നൊരു രംഗമുണ്ട്, തമാശ. അതേപോലെ വലിയ വലിയ പണ്ഡിതന്മാർ വരും ഇദ്ദേഹത്തിൻ്റെ സംശയം തീർക്കാൻ എന്ന മട്ടിൽ ഇവർ കൊണ്ടുവന്ന ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ UA ടീമിലുള്ള 2 പീക്കിരി പിള്ളേരാണ്. അതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് എല്ലാ കൺട്രോളും പോയി. കാരണം വലിയ പണ്ഡിതന്മാർ വന്ന് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ച് അവരുമായിട്ട് സംസാരിക്കാമെന്ന പ്രതീക്ഷയിൽ ചെന്ന് നോക്കുമ്പോൾ ഈ മീശ മുളക്കാത്ത 2 പീക്കിരി പിള്ളേരാണ് വന്ന് കുത്തിയിരിക്കുന്നത്. എന്തായാലും അവസരം ഉണ്ടാക്കിയല്ലോ എന്നുള്ള നിലക്ക് അവരുമായിട്ട് സംസാരിക്കാൻ ഇദ്ദേഹം തയ്യാറായി. അങ്ങനെ പീക്കിരി പിള്ളേരും ഇദ്ദേഹവും തമ്മിൽ നടന്ന ഒരു സംസാരം ഇദ്ദേഹം പോക്കറ്റിലൊരു മൊബൈൽ ഫോൺ ഇട്ടിട്ട് അത് ഓഡിയോ റെക്കോർഡ് ചെയ്തു. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം നീണ്ട ആ ഓഡിയോ അദ്ദേഹം എനിക്ക് ഇന്നലെ അയച്ചു തന്നു. എനിക്കും ലിയാഖത്ത് അലിക്കുമൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ആ 2.5 മണിക്കൂർ ഓഡിയോ ഇരുന്ന് കേട്ടു. എന്താണ് ഈ പിള്ളേർ ഇദ്ദേഹത്തോട് പറയുന്നത്, ഇദ്ദേഹം അവരോട് എന്തൊക്കെയാണ് പറയുന്നത്, എന്താണ് തർക്കം നടക്കുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ ആ ഓഡിയോ മുഴുവനായിട്ട് ഇന്നലെ ഇരുന്ന് കേട്ടു.
അത് കേട്ടപ്പോഴാണ് എനിക്ക് ഞാൻ എഴുതിയ ഈ ഒരു പോസ്റ്റ് ഓർമ്മ വന്നത്. അവരാദ്യം ഇദ്ദേഹത്തോട് എന്താണ് പ്രശ്നം എന്ന് പറയാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ സുഹൃത്ത് അവിടെ ഇരുന്നിട്ട് ഇദ്ദേഹം എന്തുകൊണ്ടാണ് മതം വിട്ടത് എന്നും ഇദ്ദേഹത്തിന് എവിടെയാണ് സംശയം വന്നത് എന്നും ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ മതത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നും അദ്ദേഹം 1-2 ഉദാഹരണങ്ങളിലൂടെ 1-2 ഖുർആൻ വാക്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള 1-2 ഹദീസുകളും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം അവരോട് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ടും അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ബലാത്സംഗം ചെയ്യാൻ അടിമ സ്ത്രീകളെ, യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച സ്ത്രീകളെയൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ മുമ്പിലിട്ട് തന്നെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഇറക്കിക്കൊടുത്ത ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 24-ാം വാക്യമൊക്കെ ഇദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഇതൊക്കെ ഒരു ദൈവം പറയുമോ, ഇതൊക്കെ ഒരു ദൈവം പറഞ്ഞയച്ച പ്രവാചകൻ പറയുമോ, ഇതൊക്കെ മനുഷ്യർക്ക് ധാർമ്മികത പഠിപ്പിക്കാൻ കൊടുത്തയച്ച ഒരു വേദഗ്രന്ഥത്തിൽ ഉണ്ടാവുമോ, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, ഇത്രയും വലിയ തെമ്മാടിത്തമൊക്കെ ചെയ്യാൻ ഒരു ദൈവം കൂട്ടുനിൽക്കുമെന്നൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ നേരത്തെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നത്, എന്നെ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് മതപ്രഭാഷണങ്ങൾ കേട്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടും ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത് എന്ന് കിതാബുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർ നീ ജബ്ബാർ മാഷിൻ്റെയൊക്കെ ഇത് കേട്ടിട്ടല്ലേ ഇതൊക്കെ മനസ്സിലാക്കിയത്, അതൊക്കെയാണോ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ ജബ്ബാർ മാഷെ പോലെയുള്ള ആളുകൾ മതത്തെ വിമർശിക്കുന്നത് കേട്ട് അതിന് മറുപടി പറയാനുള്ള ഒരു വ്യഗ്രത കാരണം അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഖുർആനും തഫ്സീറും ഹദീസും ഒക്കെ എടുത്ത് നോക്കുകയാണ് ചെയ്തത്. കാരണം എൻ്റെ മനസ്സിൽ ജബ്ബാർ മാഷൊക്കെ പറയുന്നത് നുണയാണെന്നും അവർ കരുതിക്കുട്ടി കള്ളം പറയുകയാണ് എന്നുമാണ് മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നുണ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന ആയത്തിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ശരിയായ രൂപം എന്താണ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തഫ്സീറുകളും കിതാബുകളൊക്കെ എടുത്ത് നോക്കിയത്. അതൊക്കെ എടുത്തു നോക്കുമ്പോഴാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നും വിമർശകർ പറയുന്നതാണ് ഇതിലൊക്കെ കാണുന്നത് ശരിയായിട്ടുള്ള, അവർ പറയുന്നതാണ് ശരിയെന്നും എനിക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം അടിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ ആണുങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ബാക്കി വരുന്ന സ്ത്രീകൾ, അനാഥരാകുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തിരുന്നത് എന്ന മട്ടിലാണ് നമ്മളെയൊക്കെ മനസ്സിലാക്കി തന്നിരുന്നത്. എന്നാൽ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, ചരിത്രം വായിച്ചു നോക്കുമ്പോൾ, ഖുർആനും തഫ്സീറും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. മറിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങിയിരുന്ന ഗോത്രക്കാരെ പോയിട്ട് പാത്തും പതുങ്ങിയും ചെയ്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ആ ആളുകളെ മുഴുവൻ അടിമകളായി പിടിക്കുകയും അവരുടെ സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയും അങ്ങനെ പിടിച്ചെടുത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരിക്കെ ആ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരെ തടവുകാരായി പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ മുമ്പിലിട്ട് തന്നെ അവരെ ബലാത്സംഗം ചെയ്യാൻ സഹാബികൾ അനുവാദം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അനുവാദം കൊടുത്തുകൊണ്ട് ഇറക്കിയ ആയത്താണ് ഈ 4:24 എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇദ്ദേഹം അവരോട് പറയുകയാണ്. ഈ 4:24-ൻ്റെയൊക്കെ സംഭവം നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ തൊട്ടടുത്ത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഹുനൈൻ എന്ന് പറയുന്ന ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. ആ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെയും ഒക്കെ തടവുകാരായി പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ തടവുകാരായി പിടിച്ച സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് ശരിയാണോ എന്ന് സഹാബികൾ സംശയിച്ചു നിന്നു. അതാണ് ഇദ്ദേഹവും വളരെ ഊന്നലോടുകൂടി സംസാരിക്കുന്ന ഒരു വിഷയം. അന്നത്തെ സഹാബികൾക്ക് പോലും അത് ശരിയല്ല എന്ന് തോന്നി അവരതിനെക്കുറിച്ച് സംശയം ചോദിച്ചപ്പോഴാണ് അതിലൊന്നും കുഴപ്പമില്ല, ഭർത്താക്കന്മാരുണ്ടെങ്കിലും വലം കൈകൾക്കുടമപ്പെട്ട അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിറക്കുന്നത് എന്നാണ് ഇതിൻ്റെ തഫ്സീറുകളിലും മറ്റും എഴുതി വെച്ചിട്ടുള്ളത്, ഹദീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുകയും ഇതൊക്കെ ഒരു ദൈവം പറയുമോ, ഇതൊക്കെ മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയുമോ, ഇതൊക്കെ ഒരു പ്രവാചകൻ മനുഷ്യരോട് പറയുമോ എന്നാണ് അദ്ദേഹം ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഇതൊക്കെ വായിച്ചിട്ടാണ് എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടത് എന്ന് ആമുഖമായിട്ട് ഇദ്ദേഹം പറയുന്നു. അതോടുകൂടി ഞാനിപ്പോൾ ഈ പോസ്റ്റിൽ വായിച്ച ആ നമ്പർ എടുത്തിട്ട് ഇറക്കണം. ദൈവമുണ്ടോ അല്ലേ,
എന്ന പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ നിന്നൊക്കെ മെല്ലെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഇവർ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. അതിന് അദ്ദേഹം ഞാൻ ഈ പോസ്റ്റിൽ നിർദ്ദേശിച്ച അതേപോലെ തന്നെ അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ മതം വിമർശിക്കുന്ന, ഈ മതം വിട്ട് മതത്തെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു വിഷയമല്ല നമ്മളുടെ പ്രശ്നം. ദൈവമുണ്ടായാലും ദൈവമില്ലെങ്കിലും ഈ ഖുർആനിൽ പറയുന്ന, ഈ ഹദീസിൽ പറയുന്ന ഇത്തരം കാര്യങ്ങൾ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇതൊക്കെ മനുഷ്യത്വത്തിന് ചേർന്നതാണോ? ഇത്തരം തെമ്മാടിത്തകളും തിന്മകളും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയുക? ഇതാണ് എൻ്റെ പ്രശ്നം. ഇതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറയൂ. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് എൻ്റെ തർക്ക വിഷയമല്ല. എനിക്ക് ദൈവം ഇല്ല എന്നുള്ള അഭിപ്രായമില്ല, ദൈവം ഉണ്ട് എന്നുള്ള അഭിപ്രായമില്ല. അതൊക്കെ വേറെ വിഷയമാണ്, അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നെ അവിശ്വാസിയാക്കിയത് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള വിഷയമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വാതിലടച്ചു. ഇവരുടെ തന്ത്രം അവിടെ പൊളിച്ചു. വളരെ ബാലിശവും അങ്ങേയറ്റം അസംബന്ധ ജടിലവുമായിട്ടുള്ള ഒരു വാദമാണ് പിന്നെ രണ്ടാമത് അവർ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ അടിമത്വവും അതുപോലെ അടിമ സ്ത്രീകളെ ഭോഗിക്കുന്നതും ഒക്കെ തെറ്റാണെന്ന് പറയുന്നു. എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾക്കതൊക്കെ തെറ്റാണെന്ന് പറയാൻ കഴിയുക? നിങ്ങളൊരു കാര്യം തെറ്റെന്നും ശരിയെന്നും പറയണമെങ്കിൽ അതിനൊരു ബേസ് വേണമല്ലോ. എന്താണ് അതിൻ്റെ ബേസ് എന്ന ചോദ്യമാണ് പിന്നെ രണ്ടാമത് ഉന്നയിക്കുന്നത്. അതിന് വളരെ വൈകാരികമായിട്ട് തന്നെ ഇദ്ദേഹം ഇവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ തെറ്റാണ് എന്ന് പറയാൻ എന്തിനാണ് സുഹൃത്തുക്കളെ ഒരു ബേസ്? ഇത് തെറ്റല്ല എന്ന് പറയുന്ന ലോകത്താരെങ്കിലും ഇവിടെ, നിങ്ങൾ കുറച്ച് ഇസ്ലാമിൻ്റെ ആളുകളല്ലാതെ ലോകത്താരെങ്കിലും അടിമത്തത്തിലൂടെയുള്ള ഈ ലൈംഗിക അതിക്രമമൊക്കെ തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരായിട്ടുണ്ടോ? മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഇത് തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാവില്ലേ? അത്തരമൊരു പ്രവൃത്തിയല്ലേ ഇത്? ഇത് തെറ്റാണ് എന്നറിയാൻ വേറെ എന്തെങ്കിലും ബേസും അല്ലെങ്കിൽ ഒരു മാനദണ്ഡമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിതാബിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യരായ മനുഷ്യർക്ക് മുഴുവൻ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചറിയുന്ന കാര്യമല്ലേ ഇതൊക്കെ തെറ്റാണെന്നുള്ളത്? എന്ത് ചോദ്യമാണ് നിങ്ങൾ ഈ ഉസുറും പുളിയില്ലാതെ ചോദിക്കുന്നത് എന്ന മട്ടിൽ വളരെ വൈകാരികമായിട്ട് പരിഹാസത്തോടു കൂടി തന്നെ അതിന് മറുപടി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ വന്നിരിക്കുന്ന രണ്ട് പിള്ളേരുടെ മുഖത്ത് നോക്കി തന്നെ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ വീട് കുറേ അക്രമികൾ, കുറേ കൊള്ളക്കാർ വന്ന് വളഞ്ഞിട്ട് നിങ്ങളെയൊക്കെ പിടിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള കുറേ ആൾക്കാരെ കൊന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഉള്ള പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരിമാരെയൊക്കെ നിങ്ങളെ കയ്യും കാലും കെട്ടി അവിടെ ഇട്ടിട്ട് നിങ്ങളുടെ മുമ്പിലിട്ടിട്ട് ബലാത്സംഗം ചെയ്താൽ അത് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ അപ്പോൾ നിങ്ങൾ കിതാബ് മറിച്ച് നോക്കുമോ എന്ന് ഇദ്ദേഹം ചോദിച്ചതോടുകൂടി ഇവരുടെ ഈ രണ്ടാമത്തെ നമ്പറും പൊളിഞ്ഞു മാളിസമാണ്. പിന്നെ ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കുറേ സാങ്കേതികമായിട്ടുള്ള മറുപടികൾ പറയാൻ വേണ്ടിയിട്ട് അടിമത്തത്തിൻ്റെ ചരിത്രവും അതങ്ങനെയാണ് ഇങ്ങനെയാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വളവള എന്ന് പറയുന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ന്യായീകരിക്കാൻ വേണ്ടി കുറേ നുണകൾ പറയാൻ തുടങ്ങി. ഖുർആനിലും ഹദീസിലും ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ കുറേ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് പച്ചക്കള്ളം പറയാൻ തുടങ്ങി. അതോടുകൂടി ഈ പച്ചക്കള്ളം കേട്ടിരിക്കുക എന്നത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇദ്ദേഹം അതിനനുസരിച്ച് ഇവരോടും കുറേ സംസാരിച്ചു. അവസാനം ഇത് ഒരു 2.5 മണിക്കൂർ നേരമുള്ള ഈ ഒരു തർക്കം ഒരു ഭയങ്കര ബഹളത്തിലും ഷൗട്ടിങ്ങിലും അവസാനിക്കുന്നതായിട്ടാണ് ആ ഓഡിയോയിൽ ഞാൻ കേട്ടത്. ഇവിടെ ഈ UA ടീമിൽ നിന്ന് വന്ന ഈ പീക്രി പിള്ളേർ അവരവിടെ അവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് പറയുന്ന മണ്ടത്തരങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പിലും വന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ ഇദ്ദേഹം ഇതൊന്നും പഠിച്ചിട്ടില്ല, ഇദ്ദേഹം ഖുർആനും ഹദീസും ഒന്നും വായിച്ചിട്ടും പഠിച്ചിട്ടൊന്നുമില്ല, എന്തോ ഒരു നമ്മളെയൊക്കെ വിമർശനങ്ങൾ കേട്ടിട്ട് ഇദ്ദേഹം എന്തോ പറയുകയാണ് എന്നാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം നമ്മളുടെ ഒന്നും വിമർശനങ്ങൾ കേട്ടിട്ട് അല്ല ഇദ്ദേഹം മതം വിട്ടത്, മറിച്ച് നമ്മളുടെയൊക്കെ വിമർശനങ്ങൾ കേട്ട് നമ്മളോട് കടുത്ത വൈരാഗ്യവും വെറുപ്പും നമ്മളെ കൊല്ലണമെന്ന വികാരവും തോന്നി അവസാനം നമ്മളെയൊക്കെ പറയുന്ന വിമർശനങ്ങളുടെ ഫാക്റ്റ് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ നുണയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി കിതാബുകളും തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ മതം എന്ന പേരിൽ ഇവരെ ഇത്രയും കാലം പഠിപ്പിച്ചു വെച്ചിട്ടുള്ളതെല്ലാം നുണയായിരുന്നു എന്നും കബളിപ്പിക്കുകയായിരുന്നു എന്നും പറ്റിക്കുകയായിരുന്നു എന്നും യഥാർത്ഥത്തിൽ കിതാബുകളിലുള്ള മതം
നമ്മളൊക്കെ പറയുന്ന വിമർശകർ പറയുന്ന സാധനമാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഇദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടാണ് മതവിശ്വാസം നഷ്ടപ്പെടുന്നത്. അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരാളെടുത്താണ് പിന്നെ ഇവർ പഴയ സാധനങ്ങളും നമ്പറുകളും ഒക്കെ ആയിട്ട് നുണയുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ തർക്കിക്കാൻ വരുന്നത്. വളരെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വിശ്വാസിയായിരുന്ന കാലത്ത് വിശ്വാസത്തോട് എത്രത്തോളം ഇദ്ദേഹത്തിന് ആഭിമുഖ്യം, വൈകാരികമായിട്ടുള്ള ആഭിമുഖ്യം ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ ഇത് താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നും താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നും ഈ മതം തൻ്റെ ജീവിതം തന്നെ തൊലച്ചു കളഞ്ഞു എന്നുമുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചും അതേപോലെ ഇദ്ദേഹത്തിന് ആ മതത്തോട് അങ്ങേയറ്റത്തെ വെറുപ്പും വൈരാഗ്യവും വന്നിരിക്കുകയാണ്. അതനുസരിച്ചാണ് ഇദ്ദേഹം വളരെ വൈകാരികമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. കാരണം വളരെ സത്യസന്ധമായിട്ട് ഒരു ജീവിതത്തിൻ്റെ ആദ്യഘട്ടം മുഴുവൻ തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടം മുഴുവൻ ഈ ഒരു കെട്ടുകഥയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുകയും തൊഴിൽ നഷ്ടപ്പെടുത്തുകയും വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തുകയും ഒരു പെൺകുട്ടിയുടെ ജീവിതവും അവരുടെ വിദ്യാഭ്യാസവും നഷ്ടപ്പെടുത്തുകയും അങ്ങനെ മൊത്തം ജീവിതം തന്നെ തൊലച്ചു കളയുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഇതെല്ലാം മണ്ടത്തരമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അതിനോടുണ്ടാകുന്ന ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു വല്ലാത്ത അവസ്ഥ, ആ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ ചെറുപ്പക്കാരൻ ഇന്ന്. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിലാണ് ഈ നുണയും ഈ തട്ടിപ്പും ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങളുമായിട്ട് വന്നിട്ട് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് വളരെ വൈകാരികമായിട്ട് തന്നെ അവരോട് ഇദ്ദേഹം സംസാരിക്കുന്നതാണ് ഞാൻ ഈ 2.5 മണിക്കൂറോളമുള്ള ഓഡിയോയിൽ കേട്ടത്. ഈ ഓഡിയോ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം പുറത്തു വിടുന്നില്ല. ഈ സുഹൃത്തിൻ്റെ പേരും മേൽവിലാസവും ഒന്നും ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹം തന്നെ ഒരുവിധം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക്, അത് ഏകദേശം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ പുറത്ത് വിട്ട സ്ഥിതിക്ക് അദ്ദേഹം ഇനി നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ അനുഭവങ്ങളും തുറന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ പറയുകയും അത് ചിലപ്പോൾ എൻ്റെ ചാനലിലോ അല്ലെങ്കിൽ ഇയാക്കത്തിൻ്റെ ചാനലിലൂടെയൊക്കെ ഞങ്ങളത് പുറത്തുവിടുകയും ചെയ്യും. അധികം താമസിയാതെ അതിന് അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചർച്ചയുടെ പൂർണ്ണ രൂപം ക്ലിയറായിട്ടുള്ള ഓഡിയോ രൂപത്തിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതും അധികം താമസിയാതെ ഞങ്ങൾ ഏതെങ്കിലും ചാനലിലൂടെ പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ എല്ലാ മണ്ടത്തരങ്ങളെയും പൊളിച്ച് കാണിക്കുന്ന, തുറന്ന് കാണിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലിയാക്കത്തിൻ്റെ ചാനലിലും എൻ്റെ ചാനലിലും ഒക്കെ തുടർന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ ഈ മതത്തിൻ്റെ വികൃതമുഖം, ഇതിനകത്തുള്ള വൃത്തികേടുകൾ, ഇതിനകത്തുള്ള മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ഇതെല്ലാം വിമർശന വിധേയമാകുമ്പോൾ അതിൻ്റെ മുകളിലൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റു പല വിഷയങ്ങളും ചർച്ച ചെയ്യുക എന്നതാണ് ഇവർ ഉപയോഗിച്ചു വരുന്ന പല്ലിസൂത്രം. എന്നാൽ ഈ മതം പഠിച്ച് ഈ മതത്തിലെ വൃത്തികേടുകൾ കണ്ട് ഈ മതത്തിൽ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഈ മതം വിട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ വേലിക്കപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ആ വിഷയവുമായിട്ടൊന്നും വന്ന് നിങ്ങൾ ഈ മതത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ഇസ്ലാം മതവും ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് വിപരീത ബന്ധം മാത്രമേ ഉള്ളൂ. ഇസ്ലാം ഒരു പിശാച് ഉണ്ടാക്കിയ മതമാവാനേ സാധ്യതയുള്ളൂ. ദൈവത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ശത്രുവായ ഒരു പിശാചുണ്ടാക്കിയ മതമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടെയൊക്കെ ഒരു യുക്തിയുണ്ട്. പക്ഷേ ഇതൊരു ദൈവം ഉണ്ടാക്കിയ മതമാണ് എന്ന് പറയുന്നത് ദൈവനിന്ദയാണ്. ദൈവം ഇല്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ, ഉറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണവും ഇത് തന്നെയാണ്. എനിക്ക് ദൈവമില്ല എന്ന് ആത്മവിശ്വാസത്തോടെ ബോധ്യപ്പെടുന്നത് ഈ ഖുർആൻ വായിച്ചപ്പോഴാണ്. കാരണം ഒരു ദൈവത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ തെമ്മാടിത്തങ്ങൾ, ഇത്രയും വലിയ വൃത്തികേടുകൾ, ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ എഴുതി വെച്ച് അത് കോടിക്കണക്കിന് മനുഷ്യരിവിടെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു ദൈവം എവിടെയെങ്കിലും കണ്ണും കാതുമായി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കാതെ ഒളിച്ചിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതാണ് ദൈവം ഇല്ല എന്നതിന് ഞാൻ കാണുന്ന ലോജിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. മറ്റു തെളിവുകളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. ഈ ഖുർആനും ഈ ഇസ്ലാമും
ദൈവം എന്ന കഥാപാത്രത്തെ ഇത്രയും അവഹേളിക്കുകയും ഇത്രയും അപമാനിക്കുകയും ചെയ്തിട്ടും ഒരു ദൈവത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്ത തനി വൃത്തികേടുകളും വിഡ്ഢിത്തങ്ങളും തെമ്മാടിത്തങ്ങളും കുത്തി നിറച്ച ഒരു പുസ്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കർത്താവ് ദൈവമാണ് എന്ന് പറഞ്ഞിട്ടും ആത്മാഭിമാനത്തോടു കൂടി കണ്ണും കാതുമുള്ള ഒരു ദൈവത്തിന് നോക്കിയിരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ദൈവം ജീവിച്ചിരിക്കാൻ ഇടയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാമത്തെ തെളിവ്. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച കൊണ്ടുവരുന്നത് തന്നെ ദൈവത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ച ഈ വൃത്തികേടിൻ്റെ മുകളിൽ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വിഷയമൊന്നുമല്ല. ദൈവം ഇവിടെ പലർക്കും ഉണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഒറ്റയ്ക്കല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് പാക്കേജുകളിലായിട്ടാണ് മനുഷ്യർ കൊണ്ടു നടക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു തർക്കത്തിൻ്റെ ഒരു ഉത്തരമല്ല. ദൈവം ഉൾപ്പെടെ അനേകം കെട്ടുകഥകൾ ചേർന്ന ഒരു മാറാപ്പിൻ്റെ പാക്കേജാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ അനേകം മാറാപ്പ് പാക്കേജുകളാണ് മറ്റു മതങ്ങൾ. ക്രിസ്തു മതം എന്ന് പറയുന്നത് വേറൊരു പാക്കേജാണ്, ജൂതമതം എന്ന് പറയുന്നത് വേറൊരു പാക്കേജാണ്, ഹിന്ദു മതം എന്ന് പറയുന്നത് വേറെ കുറേ ചെറിയ ചെറിയ പാക്കേജുകളാണ്. ഈ പാക്കേജുകളിൽ ദൈവം മാത്രമല്ല ഉള്ളത്, അതിനകത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമാർന്ന അനേകം കെട്ടുകഥകളുടെ പാക്കേജുകളുണ്ട്. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കഥയിൽ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം മാത്രമല്ല ഉള്ളത്. ആ അള്ളാഹുവിൻ്റെ കൂടെ ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, കുട്ടിച്ചാത്തന്മാരുണ്ട്, കൂടോത്രമുണ്ട്, അതിൻ്റെ കൂടെ നരകമുണ്ട്, സ്വർഗമുണ്ട്, പരലോകമുണ്ട്, ഖബറിലെ ശിക്ഷയുണ്ട്, പരലോകത്തെ വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്ന ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ നിന്ന് ദൈവത്തിനെ മാത്രം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് അള്ളാഹുവിൻ്റെ മേൽ കുറേ പെയിൻ്റ് അടിച്ചിട്ട് വേറൊരു ദൈവത്തിനെ കാണിച്ച് തന്നാലൊന്നും ഈ മതം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇസ്ലാമിൻ്റെ ആളുകൾ ചർച്ച ചെയ്യേണ്ടത് ഈ പാക്കേജിനെ മൊത്തം എടുത്തുകൊണ്ടാണ്. ഈ പാക്കേജിൽ നിന്ന് ജിന്നും മലക്കും ചെയ്ത്താനും പിന്നെ പരലോകവും സ്വർഗവും നരകമൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവത്തിനെ മാത്രം എന്തിനാണ് നിങ്ങൾ തർക്കത്തിൽ കൊണ്ടുവരുന്നത്? ഇതേപോലെ തന്നെ മറ്റു കഥകളിലുണ്ട്. ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ദർശനത്തിൽ അവിടെ പൂർവ്വജന്മമുണ്ട്, പുനർജന്മമുണ്ട്, മോക്ഷമുണ്ട്, അങ്ങനെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വർഗം, നരകം, കള്ള്, ഹൂറി എന്നൊക്കെ പറയുന്ന കഥകളുണ്ട്. അവർക്ക് വേറെ കുറേ കഥകളുണ്ട്, മറ്റവർക്ക് വേറെ കുറേ കഥകളുണ്ട്. ഇതിൽ ഏത് കഥ, ഏത് പാക്കേജിലെ ദൈവത്തിനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കേജിലെ ദൈവത്തെക്കുറിച്ചാണ് പറയാനുള്ളതെങ്കിൽ ദൈവത്തിനെ ഒറ്റക്കെടുത്തിട്ട് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. എല്ലാം കൂടെ ചർച്ച ചെയ്യണം. അതെല്ലാം കൂടെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഈ വിവരമൊക്കെ ഇവിടുന്ന് കിട്ടി എന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളിടത്ത് നല്ല ചർച്ച തുടങ്ങേണ്ടത്. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഇവിടുന്ന് കിട്ടി, അവിടെ നിന്നാണ് ചർച്ച തുടങ്ങേണ്ടത്. ആ വിവരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, അവിടെ നിന്നാണ് ചർച്ച തുടങ്ങേണ്ടത്. അവിടെ നിന്ന് ചർച്ച തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഖുർആനിൽ നിന്നാണ്. ഖുർആൻ പടച്ചോൻ ഇറക്കിയ വെളിപാട് പുസ്തകമാണ് എന്ന വിശ്വാസത്തിൽ നിന്നാണ് നിങ്ങളുടെ ഈ കഥാ പാക്കേജ് തുടങ്ങുന്നത്. അപ്പോൾ ആ പുസ്തകം ശരിയോ തെറ്റോ, അത് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നതോ അതോ ഇവിടെ ആരെങ്കിലും മനുഷ്യന്മാർ ബടായി പറഞ്ഞതോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ആ പരിശോധന നടത്തിയാൽ അവിടെ കഴിഞ്ഞു കഥ. ആ പരിശോധന നടത്തിയാൽ ഇതിനകത്തുള്ള മണ്ടത്തരങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് ഇത് മനുഷ്യൻ പറഞ്ഞ വിവരക്കേടുകളാണ് എന്നാണ്. അല്ലാതെ ഇത് ആകാശത്തു നിന്നൊരു ദൈവം ഇറക്കിയതാണ് എന്നതിൻ്റെ ഒരു വരി തെളിവ് പോലും ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിലില്ല. അവിടെയാണ് നമ്മൾ ചർച്ച തുടങ്ങേണ്ടത്. അവിടെ ചർച്ച തുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ വേലിക്കപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന ചർച്ചയും കൊണ്ടുവരുന്നത്. ആ ചർച്ചയ്ക്ക് ആരും നിന്ന് തരില്ല. കാരണം ആ തട്ടിപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഈ ദൈവക്ക് നടക്കുന്ന പിള്ളേരോടും പിള്ളേരെ ഇതിന് മുന്നിൽ നിർത്തിയിട്ട് മെല്ലെ പതുങ്ങി മാറി നിൽക്കുന്ന വലിയ ഉസ്താദന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ കളിക്കുന്ന ഒരു സൂത്രവും ഇനി ചിന്തിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ വില പോകാൻ പോകുന്നില്ല. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ കാലഹരണപ്പെട്ട സാധനങ്ങളാണ് എന്ന് ഇത്തിരി കോമൺ സെൻസോട് കൂടി ചിന്തിക്കുന്ന ആർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കോമൺ സെൻസുമ കയറി പിടിച്ചിട്ടോ കോമൺ സെൻസേ ശരിയല്ല എന്നൊക്കെ വഷളത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടാണ്. എന്തായാലും ഈ ചെറുപ്പക്കാരൻ്റെ അനുഭവങ്ങളും ഇതുപോലെയുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നമുക്ക് ഇനിയും കൂടുതൽ വീഡിയോകളിലൂടെയും മറ്റും വെളിച്ചത്ത് കൊണ്ടുവരാം.